ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഹിജ്റയുടെ 2-ാം വർഷം ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ സുപ്രധാനമായ ഒരു ഏടാണ്. ഈ 2-ാം വർഷത്തിലാണ് ബദർ എന്ന ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ വലിയൊരു നാഴികക്കല്ലിന് മുസ്ലിമുകൾ സാക്ഷിയാവുന്നത്. ബദറിൻ്റെ പശ്ചാത്തലം ഒരുങ്ങി വരുമ്പോൾ അത്രയും കാലം ഒരു സായുധ പോരാട്ടത്തിന് ശത്രുവിനോട് തയ്യാറാകാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും ഒരു ഏറ്റുമുട്ടലിന് നിർബന്ധിതരായിത്തീരുന്നൊരു പശ്ചാത്തലം. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് നിന്ന് മക്കയിൽ നിന്ന് പുറപ്പെട്ടുള്ള മുശ്രിക്കുകളെ പ്രതിരോധിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് പുറപ്പെടാൻ തീരുമാനിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികളായ മദീനക്കാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ടൊരു ചർച്ച ഒരുക്കി. യുദ്ധം അനിവാര്യമായൊരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന് വിഷയം അവതരിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, അശ്ശിറു അലയ്യ, അയ്യുഹന്നാസ്, ജനങ്ങളെ, നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കൂടി എന്നോട് പറയണം. ഞാൻ തീരുമാനം പറഞ്ഞിട്ടുണ്ട്, ഇതാണ് സാഹചര്യം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രവാചകന്റെ തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചു. റസൂൽ പറഞ്ഞു, അഹ്സൻ, നല്ല അഭിപ്രായമാണ്. ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു, അദ്ദേഹവും സംസാരിച്ചു അനുകൂലിച്ചുകൊണ്ട് തന്നെ. റസൂൽ പറഞ്ഞു, അഹ്സൻ, നല്ല അഭിപ്രായമാണ്. മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നബി, താങ്കളുടെ തീരുമാനം, യുദ്ധം അനിവാര്യമാണ്, ഈ ഘട്ടത്തിൽ നമ്മൾ ഒപ്പമുണ്ട് എന്ന് അദ്ദേഹവും സംസാരിച്ചു. റസൂൽ പറഞ്ഞു, അഹ്സൻ, നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്നു എന്ന്. ഈ സഹാബാക്കൾ ഒരു സമൂഹം ഒരുമിച്ച് കൊണ്ടുമ്പോൾ ഓരോരുത്തരും അഭിപ്രായം പറയേണ്ടതില്ലല്ലോ. ചിലരൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ബാക്കിയുള്ളവരുടെ മൗനം കൊണ്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. പക്ഷെ റസൂൽ നിർത്തിയില്ല. അശ്ശിറു അലയ്യ അയ്യുഹന്നാസ്, ജനങ്ങളെ, അഭിപ്രായമുണ്ടെങ്കിൽ പറയണേ, അഭിപ്രായങ്ങൾ പറയണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ അവസരത്തിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് നബിയോട് ചോദിച്ചു, നബി, നമ്മുടെ മറുപടിയാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? ഈ 3 പേരും മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളാണ്. മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകൾ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമാണെന്ന് മദീനയിലുള്ളത് മുസ്ലിമീങ്ങൾ. യുദ്ധമുഖത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആൾബലം കൊണ്ട് മുമ്പിൽ നിൽക്കേണ്ടത് മദീനക്കാരാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നാൽ അത് അനുഭവിക്കേണ്ടത് മദീനക്കാരാണ് കൂടുതലായിട്ട്. അതുകൊണ്ട് തന്നെ റസൂലിന് അറിയേണ്ടത് മദീനക്കാരുടെ അഭിപ്രായമാണ്. മാത്രമല്ല, മദീനയിൽ ചെല്ലുമ്പോൾ റസൂലുള്ളാഹി അവരുമാക്കി ഉണ്ടാക്കിയ കരാറിൽ മദീനയ്ക്കകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിൽക്കാം എന്ന് മാത്രമാണ് കരാറുള്ളത്. മദീനയുടെ പുറത്ത് ബദറിലേക്ക് പോകുമ്പോൾ അവരുടെ പിന്തുണ ഉറപ്പിക്കേണ്ട റസൂലിന്റെ കടമ ഉത്തരവാദിത്തമായതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചർച്ച നീട്ടിക്കൊണ്ടുപോയത്. അത് മനസ്സിലാക്കിയിട്ടാണ് മദീനയിലെ പ്രബല ഗോത്രതലവനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ചോദിക്കുന്ന, നബി, നമ്മുടെ അഭിപ്രായമാണോ നിങ്ങൾക്ക് അറിയേണ്ടത് എന്ന്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്, നിങ്ങളെയാണ് ഞാൻ കാതോർക്കുന്നത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന്. അദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, റസൂലേ, ആമന്ന ബിക വസദ്ദഖനാക, താങ്കളുടെ റിസാലത്ത് നമ്മൾ അംഗീകരിച്ച ആൾക്കാരാണ്. താങ്കൾ സാധാരണ മനുഷ്യനല്ല, താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന്, ദൈവിക വചനങ്ങൾ താങ്കൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന്, താങ്കൾ ഒരു പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അവിശ്വസിക്കുന്നവരല്ല. താങ്കളുടെ നുബൂവത്തിന് ഒരു അർദ്ധശങ്കയ്ക്ക് പോലും ഇടയിലാത്തവണ്ണം സദ്ദഖനാക്ക, വാസ്തവീകരിച്ചവരാണ് നമ്മൾ. താങ്കൾക്ക് ഇറങ്ങുന്ന ഓരോ വചനങ്ങളും ദൈവികമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അങ്ങ് പ്രവാചകൻ എന്ന വിശ്വാസത്തിന്റെ ആ അടിത്തറയിൽ നിന്നുകൊണ്ട് താങ്കളോട് നമ്മൾ നടത്തിയൊരു കരാറുണ്ട്. താങ്കൾ എന്ത് പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കും, താങ്കൾ പറയുന്നത് കേൾക്കാമെന്നും അനുസരിക്കാമെന്നുള്ള കരാറുണ്ടല്ലോ, അത് അങ്ങയുടെ പ്രവാചകത്വത്തിന് മേലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ പുറത്താണ്. അതുകൊണ്ട് താങ്കൾ എന്തു പറഞ്ഞാലും
ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ താങ്കൾ നമ്മളെയും കൊണ്ട് ഇറങ്ങുന്നത് ഈ അലറി വിളിക്കുന്ന അറബിക്കടലിലേക്കാണെങ്കിൽ എന്തിനാണെന്ന് പോലും ചോദിക്കാതെ, നമ്മൾ ഒരാൾ പോലും മാറി നിൽക്കാതെ നമ്മൾ മുഴുവൻ ആൾക്കാരും ആ കടലിലേക്ക് ഇറങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കൊടുത്തു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ഈ താങ്കൾ നമ്മളെയും കൊണ്ട് ഇറങ്ങി പോകുന്നത് ഈ സമുദ്രത്തിലേക്കാണെങ്കിൽ, അലറി വിളിക്കുന്ന ആർത്തിരമ്പുന്ന ഈ സമുദ്രത്തിലേക്ക് എന്തിനിറങ്ങിപ്പോണം മനുഷ്യർ എന്ന് പോലും ചോദിക്കാതെ അങ്ങയോടൊപ്പം ഇറങ്ങി വരാൻ ഞങ്ങൾ ഒരാൾ പോലും മടിക്കില്ല, എല്ലാവരും ഒപ്പമുണ്ട് എന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നിർത്തുമ്പോൾ റസൂലിന് ചിരിയുണ്ടായി, സന്തോഷമുണ്ടായി. പക്ഷെ ഇവിടെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ബദറിന്റെ ചരിത്രം പറയാനില്ല. നോക്കൂ, അദ്ദേഹം പറഞ്ഞ വാക്കുകളിലാണ് നോക്കേണ്ടത്. നമ്മൾ സഅദ് ബിൻ മുആദ് പറഞ്ഞ വാക്കുകൾ നോക്കൂ. സഅദ് അടക്കമുള്ള ഓരോ സഹാബാക്കളുടെയും മനോഭാവം ഇതാണ്. അള്ളാഹുവിന് റസൂല് പറഞ്ഞാൽ എന്തിനാണെന്ന് പോലും ചോദിക്കാതെ അനുസരിക്കാൻ എല്ലാവരും തയ്യാറായിരുന്നു എന്ന് പറയും. അറബികളെല്ലാം മഹാപോഴന്മാരും പൊട്ടന്മാരുമായിരുന്നു എന്ന് കണക്കാക്കാൻ പാടില്ല. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അതെന്തിനാണെന്ന് പോലും ചോദിക്കാതെ, അതിന്റെ യുക്തി അന്വേഷിക്കാതെ, ന്യായങ്ങൾ അന്വേഷിക്കാതെ, വെറുതെ അന്തം അടിമകളെപ്പോലെ എന്ത് പറഞ്ഞാലും അങ്ങ് അനുസരിക്കുന്ന, തീയിലേക്ക് ചാടാൻ പറഞ്ഞാൽ കൂട്ടത്തോടെ ചാടുകയും, കുഴിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ കൂട്ടത്തോടെ ഇറങ്ങുകയും, കിണറ്റിൽ ചാടാൻ പറഞ്ഞാൽ കൂട്ടത്തോടെ ചാടുകയും ചെയ്യുന്നവരല്ല അവർ. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കാൻ വേണ്ടി അന്തം അടിമകളായി നിന്നവരല്ല അറബികൾ. ആ പറഞ്ഞ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. മുഹമ്മദ് എന്ന വ്യക്തിയോടുള്ള കീഴൊടുക്കമല്ല, മുഹമ്മദ് എന്ന വ്യക്തിയോടുള്ള അന്ധമായ അനുസരണവുമല്ല, മുഹമ്മദ് എന്ന വ്യക്തിയോടുള്ള അടിമത്വവുമല്ല, മറിച്ച് ആ പ്രവാചകന്റെ നുബുവത്തിനെ അംഗീകരിച്ചതുകൊണ്ട്. അവർ പറഞ്ഞല്ലോ ആദ്യമേ, നബിയെ താങ്കൾ സാധാരണ മനുഷ്യനാണ് നമ്മൾ കണക്കാക്കുന്നില്ല, താങ്കൾ അള്ളാഹുവിൽ നിന്ന് വന്ന ദൂതനാണ്, നമ്മൾ മനുഷ്യരോട് സംസാരിക്കാൻ അള്ളാഹു നിയോഗിച്ച നമ്മുടെ പടച്ചവന്റെ ദൂതനാണ്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ. അങ്ങ് സംസാരിക്കുന്ന ഓരോ വാക്കുകളും താങ്കളുടേതല്ല, അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് റബ്ബിന്റെ വിഷയത്തിൽ നമ്മൾ അടിമകളാണ്. അങ്ങ് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കും. എന്തുകൊണ്ടാ? ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ് എങ്കിൽ എന്നെയാണ് അനുസരിക്കേണ്ടത് എന്ന് ഖുർആൻ നബിയെ കൊണ്ട് സംസാരിപ്പിക്കണം. അള്ളാഹുവിന് ഇഷ്ടമാണ് എങ്കിൽ, അള്ളാഹുവിന് കീഴൊടുങ്ങണമെങ്കിൽ, അള്ളാഹുവിനെ അനുസരിക്കണമെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റൂ എന്നാണ് ഖുർആൻ സംസാരിക്കുന്നത് മുഹമ്മദ് നബിയിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അനുസരണമാണ് ഇവിടെ കാണുന്നത്. പ്രവാചകന്റെ അടിമകളായിരുന്നില്ല അവർ. എന്ത് പറഞ്ഞാലും കണ്ണടച്ച് പ്രവാചകൻ അനുസരിച്ചതിന്റെ കാര്യം അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹുവിന്റെ അടിമകളായിരിക്കാനുള്ള അവരുടെ താല്പര്യവുമാണ്. അതാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവിന്റെ അടിമകളായിരിക്കുക. അവിടെ ചോദ്യമില്ല എന്തിനാണ് എന്ന് പോലും. ഇതിന്റെ നേട്ടം എന്താണ്, ഇതിന്റെ ലാഭം എന്താണ്? 5 നേരം നമസ്കരിക്കാൻ, കൃത്യം സുബഹിക്ക് ഈ ഫജ്റിന്റെ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കാൻ പറയുമ്പോൾ ആ സമയത്ത് തന്നെ 2 റക്അത്ത് തന്നെ ഈ രൂപത്തിൽ തന്നെ സുജൂദും റുക്കുവുമായി തന്നെ വേണമെന്ന് എന്താ നിർബന്ധം? അതിന്റെ താല്പര്യം എന്താണ്? അതിന് നേട്ടം എന്താണ് എന്ന് ചോദിക്കാൻ വിശ്വാസിക്ക് അവകാശമില്ല. വിശ്വാസത്തിന് മുമ്പ് നിങ്ങൾക്ക് അന്വേഷിക്കാം. വിശ്വാസിയാകുമ്പോൾ അന്വേഷിക്കണം. വിശ്വാസി ആയിക്കഴിഞ്ഞാൽ പിന്നെ അന്വേഷണമില്ല. അനുസരണം മാത്രം. അത് കീഴ്വണക്കമാണ്, അനുസരണമാണ്. വിശ്വാസം നിങ്ങൾക്ക് അന്വേഷിച്ചു പഠിക്കാം. വാപ്പയും ഉമ്മയും പഠിപ്പിച്ച വിശ്വാസങ്ങളിൽ ചേക്കേറുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്ന സിസ്റ്റം എന്നുള്ളത്. വാപ്പയും ഉമ്മയും ഏത് മതത്തിലാണോ അതാണ് എൻ്റെ മതം, അതാണ് എൻ്റെ വിശ്വാസം, അതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, അതിനു വേണ്ടിയാണ് പോരാട്ടങ്ങൾ, അതിനു വേണ്ടിയാണ് സമരങ്ങൾ, അതിനു വേണ്ടിയാണ് വർഗീയത, അതിനു വേണ്ടിയാണ് വിഭാഗീയത. അതല്ല, അങ്ങനെ ബുദ്ധി പണയം വെച്ച് മാതാപിതാക്കൾ പറയുന്നത് മാത്രമാണ് വിശ്വാസമെന്ന് കണക്കാക്കുന്നതിനോട് ഇസ്ലാം പൊരുത്തപ്പെടുന്നില്ല. ഓരോ മനുഷ്യനും അവനവന്റെ ബുദ്ധിയുടെ ചെപ്പ് തുറന്ന് ചിന്തിക്കാൻ, അന്വേഷിക്കാൻ പറയുന്നുണ്ട്. അറിവിന്റെ ലോകത്തേക്ക് ഇറങ്ങി വരണം. ഖുർആൻ അതാ പറഞ്ഞത്, ഫഹൽ മിൻ മുദ്ദക്കിർ. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? നിങ്ങൾ ചിന്തിക്കും മനുഷ്യരെ, നിങ്ങൾ ചിന്തിക്കുക, ആലോചിക്കുക. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സന്നിവേശിപ്പിച്ചിട്ടുള്ള സർവ്വസൃഷ്ടിചരാചരങ്ങളും ആയാത്തുകളാണ്. ആയത്തുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അസ്തിത്വവും ഏകത്വവും വിളിച്ചു പറയുന്ന അടയാളങ്ങൾ. ആ വാക്കുകളാണ് ഖുർആനകത്തുള്ളത്. ആ ചർച്ചയാണ് ഖുർആൻ. ആ ചർച്ചയാണ് ഈ ലോകം മുഴുവനും കാണാൻ കഴിയുന്നത്. പുൽക്കൊടി പോലും സംസാരിക്കുന്നുണ്ട് മനുഷ്യനോട് അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച്. എന്റെ സൃഷ്ടിപ്പിന് പിറകിലും ഒരു നാഥനുണ്ട് എന്ന്, മനുഷ്യന്റെ പടപ്പിന്റെ പിറകിലും ഒരു സൃഷ്ടാവുണ്ട് എന്ന്. ഒരു രോമം പോലും ഒരു സൃഷ്ടാവിന്റെ നിർമ്മിതിയല്ലാതെ ഉണ്ടാകുന്നില്ല എന്നത്, ഒരു രോമം പോലും മനുഷ്യനോട് പറയുന്നത് എന്റെ പിറകിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് വിശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അന്വേഷിക്കാം, ചിന്തിക്കാം, ആലോചിക്കാം. നിങ്ങൾക്കാവുന്ന വിധത്തിലേക്ക് ലോകത്തിന്റെ നാനാദിക്കുകളിലേക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ചേക്കേറാം, സഞ്ചരിക്കാം, എന്തുമാകാം. പക്ഷേ എല്ലാം കഴിഞ്ഞ് അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ മുമ്പിൽ നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അനുസരണം മാത്രം, പിന്നെ ചോദ്യമില്ല.
പിന്നെ ചോദ്യമില്ല. റബ്ബിന്റെ മുമ്പിൽ പരിപൂർണമായി കീഴൊടുങ്ങി കൊടുക്കുക, ഇബാദ് അള്ളാഹുവിന്റെ അടിമകളായി മാറുക. അത് അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി കണക്കാക്കുന്നതും റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിന്റെ മുമ്പിൽ ഉബൂദിയത്ത്, ഞാൻ കേവലം ഒരു അടിമയാണെന്ന് സമ്മതിച്ചുകൊണ്ട് ജീവിതം സമർപ്പിക്കുന്നവനെയാണ് അള്ളാഹുവിന് ഇഷ്ടം. കാരണം അവൻ തന്നെയാണല്ലോ യജമാനൻ. യജമാനൻ റബ്ബ് മാത്രമാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംറ്, സൃഷ്ടിച്ചവനാണ് കൽപ്പിക്കാൻ അവകാശമുള്ളത് എന്ന്. മനുഷ്യനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നേന്താവായ റബ്ബിന്റെ മുമ്പിൽ വിധേയത്വത്തോടുകൂടി നിൽക്കേണ്ട അടിമകൾ മാത്രമാണ് മനുഷ്യൻ. അത് അംഗീകരിക്കാതെ മനുഷ്യന് ജീവിതത്തിന് പൂർത്തീകരണം ഉണ്ടാവില്ല. അത് അംഗീകരിക്കുക. അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് നമ്മൾ, കൽപ്പിക്കാൻ അവകാശം അവനേ ഉള്ളൂ. അവൻ കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദ്യങ്ങളില്ലാത്ത അനുസരണം, വിധേയത്വം, അടിമത്വം, അതാണ് മനുഷ്യന് പറഞ്ഞിട്ടുള്ളത് എന്ന്. അങ്ങനെ വിധേയത്വത്തിന് തയ്യാറാകുമ്പോഴാണ് അള്ളാഹുവിന് പ്രിയങ്കരനായ അടിമയെ മാറുക. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ പരമകാരുണ്യകന്റെ അടിമകൾ എന്ന മഹത്തായ ആ ഒരു സ്ഥാനത്തേക്ക് മനുഷ്യൻ എത്തിപ്പെടാൻ കഴിയണമെങ്കിൽ ആദ്യം ഉബൂദിയത്ത് അംഗീകരിക്കണം. പരമകാരുണ്യകന്റെ അടിമയെന്ന്, അതാണ് ഏറ്റവും വലിയ സ്ഥാനം മനുഷ്യന് കിട്ടുന്ന. റഹ്മാന്റെ അടിമ. നോക്കൂ, അള്ളാഹു എല്ലാവരോടും വലിയ കരുണയാണ്. മുഖം നോക്കാതെ കരുണ കാണിക്കുന്ന പടച്ചവൻ, ആ പടച്ചവൻ പറയാണ് എന്റെ അടിമ എന്ന് പ്രത്യേകം മനുഷ്യനെ വിളിച്ചു പറയണം, എന്റെ പ്രിയപ്പെട്ട അടിമയെന്ന്. ഒരു ഉമ്മയ്ക്ക് എല്ലാ കുട്ടികളോടും സ്നേഹമുള്ള ഒരു ഉമ്മ, എല്ലാ കുട്ടികളും തന്റേതല്ലാത്ത മക്കളോട് പോലും സ്നേഹം കാണിക്കുന്ന ഒരു ഉമ്മയെ കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തടവ് പിടിക്കപ്പെട്ട സ്ത്രീകൾക്കിടയിലെ ഒരു സ്ത്രീ, അവർ കരയുന്ന കുഞ്ഞുങ്ങളെല്ലാം ഓടി ഓടി വാരിയെടുത്തിട്ട് പാല് കൊടുക്കുന്ന കാഴ്ച കൊണ്ട് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ കുഞ്ഞല്ല, ഒരു കുഞ്ഞു പോലും, എന്നിട്ടും കരയുന്ന കുഞ്ഞുങ്ങളെ വാരിയെടുത്ത് പാല് ചുരത്തുന്ന ആ ഉമ്മയെ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അതറൗന ഹാദിഹിൽ മർഅതു ത്വാരിഖതൻ വലദഹാ ഫിന്നാർ, ഈ ഉമ്മക്ക് സ്വന്തം കുഞ്ഞിനെ തീയിലിടാൻ കഴിയുമോ എന്ന്. വല്ലവന്റെ മക്കളുടെ സങ്കടം പോലും താങ്ങാൻ കഴിയാതെ, ആ വിശപ്പ് പോലും താങ്ങാൻ കഴിയാതെ വാരിയെടുത്ത് പാല് കൊടുക്കുന്ന ഈ സ്ത്രീക്ക് സ്വന്തം കുഞ്ഞിനോട് എത്ര കരുണയുണ്ടാകുമെന്ന് അറിയുമോ സഹാബാക്കളെ? ആ കുഞ്ഞിനെ തീയിലേക്കെറിയാൻ കഴിയുമോ അവർക്കെന്ന്? ഇല്ല എന്ന് സഹാബാക്കൾ. അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അറിയണം, ഈ ഉമ്മക്ക് തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതലാണ് മനുഷ്യനോടുള്ള അല്ലാഹുവിന്റെ കാരുണ്യമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വന്തം കുഞ്ഞിനോട് ആ ഉമ്മയ്ക്കുള്ള സ്നേഹമുണ്ടല്ലോ, അതുപോലെ സ്വാർത്ഥമായ ഒരു സ്നേഹമാണ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകൾക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. എല്ലാ അടിമകളോടും കരുണയുണ്ട്, നിഷേധിക്കുന്നവരോടും കരുണയുണ്ട്, അള്ളാഹുവിന് ചീത്ത വിളിക്കുന്നവരോടും പടച്ചവൻ ഈ ദുനിയാവിൽ കരുണ കാണിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിനെ കീഴ്വണക്കത്തോടുകൂടി അനുസരണയോടുകൂടി ഇരിക്കുന്ന അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളോട്, സ്വന്തം മക്കളോടെന്ന പോലെ, ഒരു ഉമ്മയ്ക്ക് സ്വന്തം മക്കൾ എന്ന പോലെയാണ് അള്ളാഹുവിന് പ്രിയപ്പെട്ട അടിമകളോടുള്ള അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിഗണനയും താല്പര്യവും എന്നുള്ളത്. ആ താല്പര്യത്തിന്റെ പട്ടികയിലേക്ക് കടന്നുകൂടുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ ലക്ഷ്യം വെച്ചത്, ഓരോ പ്രവാചകന്മാരും ആഗ്രഹിച്ചത്. ഇബാദുർ റഹ്മാൻ, പരമകാരുണികന്റെ അടിമയാവുക മാറുക. പരമകാരുണികന്റെ അടിമ ഇബാദുർ റഹ്മാൻ, അതെങ്ങനെ ആവുക? അതിൽ 12ഓളം നിബന്ധനകളാണ് ഖുർആൻ സംസാരിക്കുന്നത്. 12ഓളം കാര്യങ്ങൾ. ആ 12ഓളം കാര്യങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കലും ഇല്ലെങ്കിൽ അത് ആർജിച്ചെടുക്കേണ്ടതുമാണ് വിശ്വാസിയുടെ ബാധ്യത. അത് തയ്യാറാക്കി വെച്ചിട്ട് വേണം മരണപ്പെട്ടു പോകാൻ. ആ യോഗ്യതയോടുകൂടി മണ്ണീന്ന് ഇവിടെ പറയാൻ ഖുർആൻ സംസാരിക്കും. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. ഒന്നാമത് ഖുർആൻ സംസാരിക്കുന്നുണ്ട് യംശൂന അലൽ അർളി ഹൗന, വിനയത്തോടുകൂടി ഭൂമിയിൽ നടക്കുന്നവരാണ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരെന്ന്. ഈ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരാണെന്ന് അറിയുമോ? വിനയത്തോടെ ഭൂമിയിലൂടെ നടക്കുന്നവരാണ് എന്ന്. ഒന്നാമത് അടിമയുടെ സ്വഭാവം പുറത്തു വരുന്ന ആദ്യത്തെ ലക്ഷണം എന്താണെന്ന് അറിയുമോ? വിനയമാണ്. തന്റെ യജമാനന്റെ മുമ്പിൽ, ഞാനൊരു യജമാനന്റെ മുമ്പിൽ കേവലം അടിമയാണെന്ന് തിരിച്ചറിവോടൊരു മനുഷ്യനുണ്ടാകുന്ന വിനയമാണ്. എൻ്റെ യജമാനൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, എൻ്റെ യജമാനനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ അയാളുടെ അടിമയാണ്, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഹുങ്ക് കാണിക്കാൻ, അഹന്ത കാണിക്കാൻ അവകാശമില്ല. മറിച്ച് ഞാൻ അയാളെ മുമ്പിൽ എത്രത്തോളം വിനയാന്യതനായി ജീവിക്കുന്നു അത്രയേറെ എൻ്റെ യജമാനൻ എന്നോട് കാരുണ്യം കാണിക്കും എന്ന പ്രതീക്ഷയോടുകൂടി അങ്ങേയറ്റത്തെ വിനയം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഏതൊരു അടിമയുടെയും ആദ്യത്തെ ലക്ഷണമാണ്. അതാ വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. യംശൂന അലൽ അർളി ഹൗന, ഭൂമിയിലൂടെ വിനയത്തോടെ നടക്കുന്നവർ. ഇവിടെ നടത്തമാണ് പ്രയോഗിക്കുന്നത്. ഈ നടത്തത്തെക്കുറിച്ച് ഖുർആൻ പല ഭാഗത്ത് സംസാരിക്കുന്നുണ്ട്. ഇതേ വിഷയത്തിൽ വിനയത്തോടെ നടക്കുക എന്ന് പറഞ്ഞ അതിന് വിപരീതമായ ഒരു വിഷയമുണ്ടല്ലോ, അഹങ്കാരത്തോടെ നടക്കുക. അതിനെ അള്ളാഹു 2 ആവർത്തിയാണ് ഖുർആൻ 2 സൂറത്തുൽ ലുഖ്മാനിലടക്കം 2 ഭാഗങ്ങൾ ലുഖ്മാൻ അലൈഹി ഇസ്ലാമിന്റെ ഉപദേശങ്ങളെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. സ്വന്തം മകന് കൊടുത്തിട്ടുള്ള മനോഹരമായ ഉപദേശങ്ങൾ അക്കമിട്ട് നിർത്തി ഖുർആൻ സംസാരിക്കുമ്പോൾ അതിൽ മകന് കൊടുത്ത പ്രധാനപ്പെട്ട ലുഖ്മാൻ അലൈഹി ഇസ്ലാമിന് ഒരു ഉപദേശം എന്നുള്ളത് യാ ബുനയ്യ ലാ തംശി ഫിൽ അർളി മറഹ, ലാ തംശി ഫിൽ അർളി മറഹ, നീ അഹങ്കാരത്തോടെ മണ്ണിൽ നടക്കരുതേ എന്ന. അഹങ്കാരത്തോടെ നടക്കാൻ പാടില്ല എന്ന്, ആ നടത്തത്തിൽ വിനയമുണ്ടാകണമെന്ന്.
ഇത് ഖുർആൻ നബിയോട് പറയുന്നു. നബിയോടും ലാ തംശി ഫിൽ അർളി മറഹൻ ഇന്നക ലൻ തഹ്ലിക്കൽ അർള വലൻ തബ്ലുഗുൽ ജിബാല തൂല എന്ന്. നബിയെ, അങ്ങക്ക് ഈ ഭൂമിയെ പിളർക്കാൻ കഴിയില്ല, പർവ്വതോളം വളരാനും കഴിയില്ല. ഭൂമിയിൽ വിനയത്തോടെ നടക്കണേ എന്ന്, അഹങ്കാരത്തോടെ നടക്കില്ലേ എന്ന്. അതാ ഖുർആൻ സംസാരിക്കുന്നത്. ജനങ്ങളോട് എന്ത് ചെയ്യുക? ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനോട് പറയുന്നത് വിനയത്തോടെ നടക്കുന്നതാണ് അള്ളാഹുവിന് പ്രിയപ്പെട്ട അടിമകളെ ലക്ഷണമെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത നിർദ്ദേശമാണ്, വിശ്വാസികൾക്ക് മുമ്പിൽ വെച്ച നിർദ്ദേശമാണ്. അഹങ്കാരത്തോടെ നടക്കാൻ പാടില്ല. ഈ മണ്ണിൽ അഹന്തയോടെ നടക്കാൻ പാടില്ല. ഈ മണ്ണിനെ പിളർക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല, പർവ്വതങ്ങളോളം വളരാൻ നിങ്ങളെ കൊണ്ടാവില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ അഹങ്കരിക്കുന്നത് എന്ന്. ഈ മണ്ണിനെ മീതെ നടക്കുമ്പോൾ മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ, ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ വേണം. ഓരോ മയ്യത്ത് കൊണ്ട് കബറി വെച്ചിട്ട് മണ്ണ് ഇടുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പ്രഖ്യാപനമുണ്ടല്ലോ, ഈ മണ്ണിൽ നിന്നാണ് നമ്മൾ വന്നതെന്ന്. നമ്മൾ കാഴ്ചവട്ടിൽ ഞെരിഞ്ഞമറിയുന്ന മൺതടികളുണ്ടല്ലോ, ആ മണ്ണിൽ നിന്ന് പടയ്ക്കപ്പെട്ടവരാണ് നമ്മൾ. നാളെ ഈ മണ്ണിനകത്തേക്ക് കുഴിച്ചു മൂടപ്പെടേണ്ടവരാണ് നമ്മൾ. ആ ചിന്താഗതി ഉണ്ടാകണം മണ്ണിലൂടെ നടക്കുമ്പോൾ. അല്ലാതെ നിങ്ങൾ എല്ലാവരെയും കീഴടക്കിയവനെ പോലെയുള്ള നടത്തം പാടില്ല. പിന്നെ ഈ നടത്തം എന്ന വാക്ക്, അപ്പൊ നടത്തത്തിൽ വിനയം കൊണ്ടുവന്നാൽ നല്ലവനായി എന്ന് കണക്കാക്കണ്ട. അത് ഭാഷയിൽ ഒരു പ്രയോഗമാണ്. നടത്തം എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നടത്തം മാത്രമല്ല, നമ്മുടെ ബിഹേവിംഗ് ആണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, ജനങ്ങളുടെ ഇടയിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു, നമ്മുടെ സ്വഭാവത്തിന്റെ ലക്ഷണം അത് വിനയമാകണം. അതാ താല്പര്യം. അതിൽ പ്രധാനമായി എടുത്തു പറഞ്ഞത് നടത്തമാണ്. കാരണം നമ്മുടെ ബോഡി ഭാഷ എന്നുള്ളത് നമ്മുടെ എന്ത് ചെയ്യാൻ, ഈ പറയും പോലെ മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയും പോലെ നമ്മുടെ മനസ്സിനകത്തുള്ളതാണ് നമ്മുടെ ശരീരം പുറത്ത് പ്രകടിപ്പിക്കുക. നടത്തം പല രീതിയിലുള്ള നടത്തമുണ്ട്. ഈ അഹങ്കാരത്തിന് നടത്തമുണ്ട്, ഉൾനാട്യത്തിന് നടത്തമുണ്ട്, രാജകീയ നടത്തമുണ്ട്. ഇതൊക്കെ കൊണ്ട് ഉള്ളിനകത്ത് ഞാൻ എന്തൊക്കെയോ ആണ്, ഞാൻ എന്തോ വലിയ ഞാനാണെന്ന് തോന്നുമ്പോൾ മനുഷ്യൻ നടക്കുമ്പോൾ ആ അഹന്ത ഉണ്ടാകും. പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെടുന്ന മനുഷ്യർ, ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലേ, എന്തെങ്കിലുമൊക്കെ ഐശ്വര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നടത്തത്തിൽ അത് പ്രകടമാകും. അതുകൊണ്ട് നടത്തം എടുത്തു പറഞ്ഞത് എന്നല്ല, സർവ്വരംഗത്തും, സംസാരത്തില്, വേഷവിധാനത്തില്, ഇരുത്തത്തില്, നടത്തത്തില്, അങ്ങനെ പെരുമാറ്റത്തില്, എല്ലാത്തിലും ഞാൻ വേറിട്ട് നിൽക്കുന്നു, ഞാൻ വലിയവനാണ് എന്ന ഒരു തോന്നല് നിങ്ങളുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവൻ ഇബാദുർ റഹ്മാൻ അല്ല, അള്ളാഹുവിന് പ്രിയപ്പെട്ട അടിമയല്ല. അടിമയുടെ ലക്ഷണമല്ല അഹന്ത എന്നുള്ളത്. അഹങ്കാരം അടിമയുടെ സ്വഭാവമല്ല എന്ന്. അത് പാടില്ല, അഹങ്കാരം പാടില്ല. നമ്മുടെ ലക്ഷണം തന്നെ വിനയമായിരിക്കണം. അല്ല, നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കാണ് എല്ലാം വലിയ സാധുക്കളെന്ന് പറയുന്ന, വലിയ വിനയന്മാരെന്ന് പറയുന്ന ആൾക്കാർ പോലും എന്തെങ്കിലും ഒരു ഐശ്വര്യം ജീവിതത്തിൽ വന്നാൽ പടാന മാറുകയാണ്. എത്ര പെട്ടെന്ന് മാറുക, പെട്ടെന്ന് മാറ്റം വരികയാണ്. പിന്നെ പല ബന്ധുക്കളുമായിട്ട് അകൽച്ച. ജീവിതത്തിൽ എല്ലാവരും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാ. പച്ച പിടിക്കണമെന്ന് കരുതിയാ എല്ലാവരും ശ്രമിക്കുന്നത്. പലരും പലതും ചെയ്യും. ചില ആൾക്കാർ സക്സസ് ആവും, ചില മേഖലയിൽ പെട്ടെന്ന് വളർച്ച. ചില ആൾക്കാർ എത്ര ശ്രമിച്ചാലും താഴോട്ട് പോകും. മുകളിലോട്ട് പോകുന്നവനെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. എല്ലാവരും കൈയടിക്കും. അവനെ കണക്കാണ് ജീവിക്കേണ്ടത്. അവനെ പോലെ തന്നെ ശ്രമിച്ചിട്ട് തോറ്റുപോകുന്നവനെ നീ എല്ലാം നശിപ്പിച്ചു. ആ കച്ചവടം ചെയ്ത് അത് നശിപ്പിച്ചു, ഈ കച്ചവടം ചെയ്ത് ഇത് നശിപ്പിച്ചു, അങ്ങനെ കുടുംബം മൊത്തം നശിപ്പിച്ചു. നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാമെന്ന് ഒരു കുടുംബത്തെ മുഴുവൻ ചുമലിലേറ്റിയിട്ട് അതിന് കരപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒട്ടനവധി പരിശ്രമങ്ങൾ നടത്തിയിട്ടും പടച്ചവൻ ചില ആൾക്കാർ അങ്ങനെ വെക്കും. ഒരിടത്തും പച്ച പിടിക്കില്ല. ഒന്നിനു പിറകെ ഒന്നായി ജീവിതത്തിൽ തോൽവികൾ വരുമ്പോൾ അത് പടച്ചവന്റെ വിധിയാണെന്ന് സമാധാനിക്കുന്നവരെ പോലും ഹൃദയത്തിൽ കുത്തിനോവിക്കുന്ന സ്വഭാവമുണ്ടല്ലോ നമ്മുടെ ആൾക്കാർ. പാപ്പ അംഗീകരിക്കൂല, ഉമ്മ അംഗീകരിക്കൂല, ഭാര്യ അംഗീകരിക്കൂല, മക്കൾ നിങ്ങളൊരു പരാജയമാണെന്ന്. ഒരു ബാക്കിയുള്ളവർക്ക് വേണ്ടി മെഴുകുതിരി പോലെ കത്തിത്തീരുന്ന ചില ജീവിതങ്ങളെ നോക്കിയിട്ട് നിങ്ങളൊരു പരാജയമാണ്, നിങ്ങളുടെ കൂടെ പറപ്പാണ് അയാൾ ഏത് ലെവലിൽ നിൽക്കുന്നുവെന്ന് ഇങ്ങനൊരു തരം താഴ്ത്തലുണ്ട്. ഈ നന്നാവുന്നവനാണ് ഒറ്റ നിലയിലാണ് പെട്ടെന്ന് മാറുകയാണ്. ഇന്നലെ വരെ ഒന്നുമില്ലാതിരിക്കുന്നവൻ പോലും പെട്ടെന്നൊരു വീട്, ഒരു കാറൊക്കെ സെറ്റിൽമെന്റൊക്കെ ആയി, കച്ചവടമോ അല്ലെങ്കിൽ ബിസിനസ്സോ അല്ലെങ്കിൽ നല്ലൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഴയ ചങ്ങാതിമാരെ കാണുമ്പോൾ, പഴയ കുടുംബക്കാരെ കാണുമ്പോൾ ഒരു അകലം, ഇരുത്തത്തിൽ ശൈലി മാറി, സംസാരത്തിന്റെ ശൈലി മാറി, ടോണ് മാറി, പിന്നെ എല്ലാവരോടും ഒരു അകലമാണ്. പിന്നെ എന്ത് ചെയ്യും, അങ്ങോട്ട് അവരെ ഇറങ്ങി വന്നിട്ട് ഒരു സലാം പോലും ഇനി അങ്ങോട്ട് പറയില്ല. അവൻ ഇങ്ങോട്ട് പറയാം, ഞാനല്ല ആവശ്യക്കാരൻ, എൻ്റെ പണമുണ്ട്, എനിക്ക് ഐശ്വര്യമുണ്ട്, ആവശ്യത്തിനെല്ലാം ഉണ്ട്, ആവശ്യം അവർക്കല്ല എന്ന് ഇങ്ങോട്ട് സലാം പറയട്ടെ എന്ന്. അതുകൊണ്ട് ഒരു കല്യാണം വിളിക്കാൻ വേണ്ടി വന്നാൽ പോലും നമ്മൾ വലിപ്പം നോക്കിയിട്ട് അകത്തോട്ട് വിളിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വാതിലെടുത്തി ഓക്കെ 12-ാം തീയതി വന്നേക്കാം. നമ്മളെപ്പോലെ റിച്ച്, നമ്മളെപ്പോലെ സമ്പന്നനായ ഒരാൾ വരികയാണെങ്കിൽ ഒരു ഇരിക്കാന്ന്, വെള്ളമൊക്കെ കുടിക്കാന്ന്, അല്ലെ എങ്ങനെയല്ലേ? ആ ഒരു വേർതിരിവുണ്ട്. എവിടെന്നാ മനുഷ്യരെ ഈ മണ്ണിന് മീതെ കുറഞ്ഞ കാലം ജീവിക്കുമ്പോൾ താൽക്കാലികമായി വെച്ച് വിളമ്പിയപ്പോൾ ചിലർക്ക് ഇച്ചിരി കൂടുതൽ കിട്ടി, ചിലർക്ക് കുറഞ്ഞുപോയി. അതിന്റെ പേരിൽ അഹന്ത കാണിക്കാൻ വേണ്ടി, ഐശ്വര്യത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന ഒരു മനുഷ്യനും നന്നായ ചരിത്രമില്ല.
താക്കീതിന്റെ ഭാഷയിലുള്ള പറയാണ്, നന്ദി കാണിക്കാൻ കഴിയുമെങ്കിൽ നന്ദി കാണിച്ചു, അനുഗ്രഹം ഞാൻ ഏറെ നൽകുന്നവനാണ്. നന്ദികേട് കാണിക്കാനാണ് തീരുമാനമെങ്കിൽ എന്റെ ശിക്ഷ കഠോരമാണ്, താങ്ങില്ല നിങ്ങൾ എന്ന ഖുർആൻ സംസാരിക്കുന്നത്. ഇങ്ങനെ കൈകാര്യം ചെയ്യുമെന്നല്ല പറഞ്ഞത്, താങ്ങില്ല നിങ്ങളെന്ന അള്ളാഹു പറയുന്നത്. നിങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. എന്റെ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലേക്ക് നിങ്ങൾ വലിച്ചെറിയാൻ എനിക്കൊരു നിമിഷം മതി. ഒരു നിമിഷം വലിയ സപ്രപഞ്ചക്കട്ടിൽ സുഖമായി ഉറങ്ങി വെള്ളിക്കിണത്തിൽ ആഹാരം കഴിക്കുന്ന മനുഷ്യനെ ഒരു കോപ്പയ്ക്ക് കഞ്ഞിക്ക് വേണ്ടിയിട്ട് തെരുവിൽ നിർത്താൻ ഒരു ഭൂമി കുലുക്കമോ ഒരു ഉൾപൊട്ടലോ മതി. എത്ര കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അവസാനം വയനാട്ടിൽ നമ്മൾ കണ്ടില്ലേ, കോടീശ്വരന്മാര് ഒരു കവർ ബിസ്ക്കറ്റിന് വേണ്ടി സ്വന്തം മക്കളുടെ ആഹാരത്തിന് വേണ്ടിയിട്ട് വരി നിൽക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഒറ്റ നിമിഷം കൊണ്ട് പടച്ചവന്റെ മുമ്പിൽ അത്രയും നിസ്സാരനാണ് മനുഷ്യൻ നിൽക്കുമ്പോൾ എവിടെയാണ് നമുക്ക് അഹങ്കരിക്കാൻ അവകാശമുള്ളത്? പൊട്ടാ, നീ മുന്തുള്ളി പിഞ്ചോരക്കെട്ട പിന്നിന്ന് കാഷ്ടം ചുവന്ന ഒരു കുട്ട എന്ന് പറയും പോലെ നീ എന്താ അഹങ്കരിക്കുന്നത്? നീ മുമ്പ് എന്തായിരുന്നു അറിയുമോ? ഒട്ടിപ്പിടിക്കുന്ന ബീജത്തുള്ളി. ഇന്ന് നീ എന്താണെന്ന് അറിയുമോ? നീ മലവും മൂത്രവും ചോർന്നു കിടക്കുന്ന ഒരു മൊബൈൽ സെപ്റ്റി ടാങ്ക്. നാളെ നീ എന്തെന്നറിയുമോ? ഒരു പിടി മണ്ണ്. അതിനപ്പുറത്ത് നീ എന്താണ് മനുഷ്യ ഈ മണ്ണിൽ അഹങ്കരിക്കാനെന്ന്? അഹങ്കരിക്കാൻ ഒന്നുമില്ല മനുഷ്യന്. ഒന്നും ആലോചിച്ചാൽ നമുക്ക് അഹങ്കരിക്കാൻ ഒരു വകുപ്പുമില്ല. പക്ഷെ എന്നിട്ടും താൽക്കാലികമായി ജീവിതത്തിൽ വീണ് കിട്ടിയ ഐശ്വര്യത്തിന് നമ്മൾ അഹങ്കരിക്കണം. എന്താ ഐശ്വര്യങ്ങൾ കൂടി പോയി. പിന്നെയോ ആരോഗ്യം. രണ്ട് കാലിന്റെ ബലവും നട്ടലിന്റെ ബലവും ഉള്ളത് കൊണ്ട് ആരെയും ആശ്രയിക്കണ്ട എന്ന് ഒരു നിമിഷം മതി ഒരു മനുഷ്യൻ വീണുപോകാൻ. ഒറ്റ നിമിഷം കൈകാലുകൾ തളർന്ന് വീണുപോയാൽ അടുത്ത നേരം നീ മലമൂത്ര വിസർജനം ചെയ്താൽ വാരിക്കളയാൻ വേറൊരാൾ വരണം. ആ മനുഷ്യന്റെ മുമ്പിലോ നിങ്ങളുടെ അഹങ്കാരം. ഒന്ന് വീണുപോയാൽ കിടക്കുന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനം ചെയ്യേണ്ടി വരുന്ന ഗതികേടുള്ള നിസ്സഹനായ മനുഷ്യന് ഈ മണ്ണിൽ ആരെ മുമ്പിലാണ് അഹങ്കരിക്കാൻ കഴിയുക? അഹങ്കാരം ഒരു കാരണവശാലും വെച്ച് പൊറിപ്പിക്കില്ല. ഐശ്വര്യം വീണ് കിട്ടിയപ്പോൾ അഹങ്കരിച്ചൊരു മനുഷ്യനെ കുറിച്ച് റസൂൽ സംസാരിക്കുന്നുണ്ട്. അയാൾ ഐശ്വര്യവാനായി മാറി. അയാളുടെ ആടയിൽ പോലും ആ ഐശ്വര്യം തെളിഞ്ഞു കാണാമായിരുന്നു. ഉടുത്ത വസ്ത്രത്തിന്റെ ഗമയിൽ ഈ മണ്ണിലൂടെ നടന്നു പോയൊരു മനുഷ്യനുണ്ട് മുൻഗാമികളിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കുമില്ലാത്ത വില കൂടിയ വസ്ത്രം ധരിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയിട്ട് ഉൾനാട്യത്തോടെ അഹന്തയോടെ മണ്ണിൽ നടന്നുപോയ മനുഷ്യനുണ്ടല്ലോ, അയാളെ ഭൂമിയിലേക്ക് പിളർത്തിക്കളഞ്ഞു അല്ലാഹു. ഇന്നും ആ മനുഷ്യൻ താഴ്ന്നുകൊണ്ടേയിരിക്കുന്നു. ഉയരത്തിലേക്ക് ആഗ്രഹിച്ച മനുഷ്യനുണ്ടല്ലോ, ഇന്നും താഴ്ന്നുകൊണ്ടിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെയും ആണ്ടുകൊണ്ടേയിരിക്കും ആ അഹങ്കാരി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ വെറുതെ പറഞ്ഞൊരു വാക്കല്ല. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു അഹങ്കാരിയെ പൂഴ്ത്തിക്കളഞ്ഞ ചരിത്രമാണ്. ഇന്നും അവൻ താഴ്ന്നുകൊണ്ടേയിരിക്കണം. പക്ഷെ അവൻ ആഗ്രഹിച്ചതോ ഈ മണ്ണിൽ നെഞ്ചു വിരിച്ച് നിൽക്കാനാണ്, ഉയർന്നു നിൽക്കാനാണ്. അങ്ങനെ ഉയർന്നു നിൽക്കാൻ ആഗ്രഹിച്ച അഹങ്കാരികളെല്ലാം പതനമാണ് ലോക ചരിത്രത്തിൽ കാണാൻ കഴിയുക. ഇനി ഭൂമിയിൽ ഈ അഹന്തയോടെ ഐശ്വര്യങ്ങളോടെ മരണപ്പെട്ടു പോയാലോ ഇവിടെ അങ്ങ് അവസാനിക്കോ? ഇല്ല, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് മനുഷ്യൻ കടന്നു വരില്ലേ? ഭൂമിയിൽ അല്ലാഹുവിന്റെ അടിമത്വം അംഗീകരിച്ച് പടച്ചവനെ ഞാൻ കേവലം അടിമയാണ്, നീ തന്ന ജീവിതത്തിൽ എവിടെയാണ് അഹങ്കരിക്കാൻ അവകാശമെന്ന് ചിന്തിച്ചുകൊണ്ട് വിനയാന്യതരായി മണ്ണിൽ ജീവിക്കാതെ അഹങ്കാരമെന്ന അല്ലാഹുവിന്റെ രിദാ എടുത്തു കൊടുത്തുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിച്ച് മരിക്കുന്ന പക്ഷം അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ അയ്നൽ മുതകബ്ബിറൂന അയ്നൽ ജബാബിറൂന അയ്നൽ ജബ്ബാറൂൻ അയ്നൽ മുതകബ്ബിറൂൻ എന്ന് അല്ലാഹു ചോദിക്കുന്ന നിമിഷം ഉണ്ടാവൂലേ? കൈവെള്ളയിലെ ഒരു മൺതരി പോലെ ഈ പ്രപഞ്ചത്തെ മുഴുവനും അല്ലാഹു മശ്റയാക്കി ഉരുട്ടിയെടുത്ത് കയ്യിൽ വെച്ചിട്ട് ജനകോടികളെ കൈവെള്ളയിലെ മൺതരി പോലെ സമ്മേളിപ്പിച്ചിട്ട് ചോദിക്കും, അയ്നൽ മുതകബ്ബിറൂൻ, എവിടെ അഹങ്കാരികൾ? അയ്നൽ മുലൂക്കുൽ അർദ്, എവിടെ ഭൂമിയിലെ രാജാക്കന്മാർ? എവിടെ ഇരിക്കുന്നു? അയ്നൽ ജബ്ബാറൂൻ, എവിടെയാണ് സ്വച്ഛാധിപതികൾ? എവിടെ? ആർക്കും എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല, ആരെങ്കിലും അഭയം കൊടുത്തെങ്കിലെന്ന്. മനുഷ്യന്റെ നിസ്സഹായതയും ദൗർബല്യവും കൃത്യമായി ബോധ്യപ്പെടുന്ന നിമിഷം. എന്ന് മാത്രമല്ല, അഹങ്കാരികൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. മഹ്ശറിൽ വിചാരണയ്ക്ക് വേണ്ടി വരുമ്പോൾ എത്ര വലിപ്പമാണ്, വലിയ ആൾക്കാരാ. ആ വലിയ ആൾക്കാരെല്ലാം ഉറുമ്പിന്റെ വലിപ്പമുള്ള ചെറിയ മനുഷ്യരായി മഹ്ശറിൽ വിചാരണയ്ക്ക് വേണ്ടി വരുന്ന ജനകോടികൾക്കിടയിൽ എളിഭ്യരായി നിന്നു പോകുമെന്ന് വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പറയാണ്, ഉറുമ്പിന്റെ വലിപ്പമുള്ള കുറെ മനുഷ്യന്മാർ മഹ്ശറിൽ ഉണ്ടാവും. ആൾക്കാരുടെ കാലുകൾക്കിടയിലൂടെ ഈ കുഞ്ഞൻ മനുഷ്യന്മാർ നടന്നു പോയിക്കൊണ്ടിരിക്കും. വിചാരണയ്ക്ക് വേണ്ടി വന്നിട്ട് എല്ലാവരും അവർ കുനിഞ്ഞു നോക്കും. എല്ലാ ഭാഗത്തു നിന്ന് നിന്യത വരും. നാണക്കേട് സഹിക്കാൻ കഴിയില്ലേ മനുഷ്യർക്ക്? അത്രയും വലിയ അപമാനഭാരവും പേറിയിട്ട് മഹ്ശറയിൽ ഈ അഹങ്കാരികൾ നിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ അഹന്ത ഈ മനസ്സിൽ കൊണ്ട് കിടന്നിട്ട് ഒരു അണു അളവെങ്കിലും ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവന് സ്വർഗം പോലും നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അവന് നരകമാണ് അഭയസ്ഥാനം. തീനത്തുൽ ഖബാൽ എന്ന വെള്ളം കുടിപ്പിക്കുകയും ബൂലസ് എന്ന നരകത്തിന്റെ തടവറയിൽ പാർപ്പിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മറിച്ച് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരായിട്ട് വിനയത്തോടെ ജീവിക്കാൻ തീരുമാനിച്ചാലോ, തിൽക ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദുന ഉൽബൻ ഫിൽ അർളി വലാ ഫസാദ എന്ന വിശുദ്ധ ഖുർആൻ. സ്വർഗ്ഗം ആർക്ക് വേണ്ടിയാണ് ഒരുക്കിയതെന്നറിയുമോ നിങ്ങൾക്ക്? ഈ ദുനിയാവിൽ അഹങ്കാരം കാണിക്കാത്തവർക്ക് വേണ്ടിയാണെന്ന്.
ലാ യുരീദുന ഉലുബൻ ഫിൽ അർളി വലാ ഫസാദ, ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്തവർക്ക് വേണ്ടി, ഇവിടെ ഉന്നതി ആഗ്രഹിക്കാത്തവർക്ക് വേണ്ടി എന്ന് വിശുദ്ധ ഖുർആൻ. ഇവിടെ ബനിയാനെതിരായി ജീവിക്കാൻ മനുഷ്യരോട് നല്ല വസ്ത്രം ധരിക്കുന്നത് അഹങ്കാരമല്ലേ? റസൂലിനോട് മുമ്പിൽ ചോദിച്ചല്ലോ, റസൂലെ, നല്ല വസ്ത്രം ധരിക്കുന്നതും നല്ല ചെരുപ്പ് ധരിക്കുന്നതും നല്ല രീതിയിൽ ജീവിക്കുന്നതും അഹങ്കാരമാകുമോ എന്ന്? ഇല്ല എന്ന്. ഇന്നല്ലാഹു ജമീൽ യുഹിബ്ബുൽ ജമാൽ. പുണ്യനബി പറഞ്ഞു, അല്ലാഹു ജമീലാണ്, അല്ലാഹു അഴകാണ്, അഴകിന് ഇഷ്ടപ്പെടുന്നവനാണ്. നിങ്ങൾ വൃത്തിയായി നടക്കുന്നത്, നല്ല വസ്ത്രം ധരിക്കുന്നത്, നല്ല ചെരുപ്പ് ധരിക്കുന്നത്, അതൊക്കെ അല്ലാഹുവിന് ഇഷ്ടമാണ്. വഅമ്മ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു നിങ്ങൾക്ക് നിഅമത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ കാണണം. നിങ്ങളുടെ ജീവിതത്തിൽ കാണണം. നിങ്ങളുടെ ജീവിതം സാമ്പത്തികമായ ഭദ്രത നിങ്ങളുടെ വസ്ത്രത്തിൽ കാണും. ആ വസ്ത്രത്തിൽ കാണണം. നിങ്ങൾ ചെരുപ്പുകൾ കാണാം, കുഴപ്പമില്ല. നിഅമത്തുകൾക്ക് അല്ലാഹു നൽകിയതാണല്ലോ, അത് ശുക്റാണ്, പ്രകടിപ്പിച്ചോളൂ. പക്ഷേ അതിന്റെ പേരിൽ ഇഹ്തികാറുന്നാസ്, ജനങ്ങളോട് നിന്ദിത പാടില്ല. ഒരു ബ്രാൻഡഡ് ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെയാണല്ലോ, ബ്രാൻഡും ബ്രാൻഡിന്റെ കോപ്പിയും ഒക്കെയാണ് ഇടുക. എന്നാലും ഈ സിമ്പലിങ് നമ്മുടെ നെഞ്ചിൽ കയറുമ്പോൾ നമുക്ക് എന്തോ അങ്ങ് തോന്നി. പിന്നെ അടുത്തവരെ ഷർട്ടിന്റെ വില ചോദിക്കും, എത്രയുടെ? 400, 300, ഇത് 3000 സാധനം ഇട്ടിരിക്കുന്നത്. ആഹാരം കാണിക്കാൻ ഈ ബ്രാൻഡ് ഷർട്ട്. എല്ലാ മനുഷ്യനും നഗ്നത മറച്ചു, എല്ലാവരും ഇട്ടതിന് ഷർട്ട് തന്നെയാണ്. എൻ്റെ 3000 ഷർട്ടിന്റെ വില അവൻ്റെ ഒന്ന് പറഞ്ഞ് അവൻ്റെ 400 ഇടിച്ചിരുത്തിയിട്ട് ഇനി അവനെയും കൊണ്ട് മോഹിപ്പിക്കണം. ഇനി 3000 ഷർട്ട് എടുക്കാൻ അവനെയും മോഹിപ്പിക്കുക. എന്നിട്ട് അവനും കടം വാങ്ങിച്ചിട്ട് ഇനി ബ്രാൻഡഡ്, ഞാനും ഇനി ബ്രാൻഡഡ് ഇടുള്ളൂ. പാവങ്ങൾ അങ്ങനെയാണ് പലപ്പോഴും. മറ്റുള്ളവർ വലിപ്പം കാണിക്കുമ്പോൾ അവനോടൊപ്പം ഞാനും മത്സരിച്ച് കയറാൻ വേണ്ടിയിട്ട് കടം വാങ്ങിച്ചിട്ട് ചെയ്യും. ഇങ്ങനെ കടം വാങ്ങിച്ച് നമ്മൾ ചെയ്ത് ഇന്ന് ഈ സ്വർണ്ണത്തിൻ്റെ വില 1 ലക്ഷം അടുപ്പിച്ചാക്കി. ആര്? നമ്മളെ കാക്കാമാർ. മുസ്ലിങ്ങളുടെ ഈ ഒരു കൺസെപ്റ്റ്, സ്വർണ്ണത്തോടുള്ള ഈ മഞ്ഞലോഹത്തോടുള്ള ഭ്രമം നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ ബഹിഷ്കരിക്കാനുള്ള സമയം എപ്പോഴേ കഴിഞ്ഞില്ലേ? അപ്പോൾ ആൾക്കാർ പറയുന്നത് ആഭരണമായിട്ടല്ല, നമ്മൾ സുരക്ഷിത നിക്ഷേപമെന്ന്. എന്ത് സുരക്ഷിത നിക്ഷേപമാണ്? ഒറ്റ രാത്രി കൊണ്ട് 140 കോടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പേപ്പറാക്കിയ രാജ്യമാണ്. നാളെ ഈ മഞ്ഞലോഹത്തിന് വിലയില്ലെന്ന് പറഞ്ഞാൽ ഇല്ല തന്നെയാണ്. നിങ്ങൾ 90,000 ഒക്കെ അങ്ങ് പോകും. എന്നാലും പെണ്ണ് കെട്ടണമെങ്കിൽ, കല്യാണം നടക്കണമെങ്കിൽ ഇങ്ങ് പോരണ്ടേന്ന്. കുട്ടക്കണക്കിന് സ്വർണ്ണം ഉണ്ടെങ്കിൽ പെണ്ണ് കെട്ടുള്ളൂ. കാക്കാമാർ ഏത് കാലത്താണ് ഇപ്പോഴും ജീവിക്കുന്നതെന്ന് അത് പറയുമ്പോഴത്തേക്ക് അതിൽ ഒരു കാലഘട്ടത്തിലും പരിഷ്കാരം ഉണ്ടാവില്ല, അതിൽ മാറ്റം ഉണ്ടാവില്ല. അത് എത്തിസ്റ്റുകളും ലിബറൽ ചിന്താഗതിക്കാരും എല്ലാ മതക്കാരും ജാതിക്കാരും ഒരേ കയ്യാ. അത് കല്യാണമൊക്കെ സ്വർണം വേണമെന്ന്. കാരണം ഇവിടുത്തെ എല്ലാ കുത്തകമാരും കോർപ്പറേറ്റ് മുതലാളിമാരും ബമ്പന്മാരും ഒക്കെ ബിസിനസ് നടത്തുന്ന മേഖലയാണ്. കള്ളക്കടത്തുകാരുടെ ഏറ്റവും വലിയ ആശ്രയം സ്വർണ്ണ മേഖല തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വർണ്ണമാക്കുന്ന വിഷയത്തിൽ ആർക്കും പുരോഗമനം വേണ്ട. അത് വർജിക്കണമെന്ന്, ബഹിഷ്കരിക്കണമെന്ന് ആർക്കും അഭിപ്രായമില്ല. പിന്നെ പടച്ചോന്റെ പേരിൽ കുറച്ച് സ്ഥാപനം ഇട്ടിട്ട് അങ്ങനെ കച്ചവടം ചെയ്യാമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയെങ്കിലും കുറെ പണം ഉണ്ടാക്കുക, അതിനെ പറ്റിയൊരു മേഖലയാണ് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. സുരക്ഷിത നിക്ഷേപമല്ല ഇത് ബഹിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞു. ഇത് ബഹിഷ്കരിക്കേണ്ട സമയമേ കഴിഞ്ഞിട്ടുണ്ട്. 1 പവൻ സ്വർണം 90,000 കൊടുത്ത് വാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അത് ബഹിഷ്കരിക്കപ്പെടേണ്ട സംഗതിയാണ്. കാരണം ആ ആഭരണത്തോട്, ഈ സ്വർണം എന്ന മഞ്ഞലോഹത്തോട് എല്ലാ സ്ത്രീകൾക്കുമുള്ള അതേ ആഗ്രഹം തന്നെയാണല്ലോ താഴെത്തട്ടുള്ള മനുഷ്യനുള്ളത്. 90,000 രൂപ സമ്പാദിക്കാൻ ഇവിടുത്തെ സാധാരണക്കാരന് എത്ര ദിവസം എടുക്കും? 1 വർഷം കൊണ്ട് ഒരു മനുഷ്യൻ നീക്കിരിപ്പുണ്ടാക്കാൻ പറ്റും. നീക്കിരിപ്പല്ല, 1 വർഷം സമ്പാദിക്കാൻ പറ്റും. 90,000 രൂപ സാധാരണക്കാരൻ, പാവപ്പെട്ടവന് എത്ര വലിയ തീണ്ടാപ്പാട് അകലെയാണ് ഈ 90,000 രൂപ എന്നുള്ളത്. അത് സേവിങ്സ് ആക്കി മാറ്റണമെങ്കിൽ ഒരു സാധാരണക്കാരൻ ജീവിതത്തിൽ സാധ്യമാകൂ? ഇല്ല. പക്ഷെ എന്നിട്ടും 5 പവനെങ്കിലും കൊടുക്കാതെ ഇങ്ങനെ മോളെ കെട്ടിക്കുമെന്ന് കിടപ്പാടം വിൽക്കുക, അത് പണയപ്പെടുത്തുക, ലോൺ എടുക്കുക, കടക്കാരനാവുക, അവസാനം ഒരു ചാൻ കയറിൽ തൂങ്ങി മരിക്കുക. ഇത് അവസ്ഥ ആരാ സൃഷ്ടിക്കുന്ന? സമൂഹം മാറേണ്ട ജനങ്ങൾ. ആദ്യം പണക്കാരൻ ഉമറാക്കളും ഉലമാക്കളും നന്നാകണം, അപ്പോഴേ സാധാരണക്കാരന് വഴി കാണുകയുള്ളൂ. എല്ലാവരും നമ്മളെ പോലെയൊക്കെ നമുക്ക് കുഴപ്പമില്ല മക്കളെ, അത് വിട്ടുകളാം. നിനക്ക് കളറാണെങ്കിൽ ഫാൻസി കിട്ടും, ആ കളർ കിടക്കട്ടെ, അലങ്കാരമാണ്, കഴുത്തിന് അലങ്കാരമാണ്, കൈകൾക്ക് അലങ്കാരമാണ്, കിടന്നോട്ടെ, ഫാൻസി കിട്ടും. കളർ പോകുമ്പോൾ വേറെ പിടിക്കാം. ആ കളറിനോടല്ലല്ലോ മോഹം. നമുക്ക് ബ്രാൻഡിങ് ആവണം. 2 പവന്റെ കിടക്കുന്നതാണ് കഴുത്തില്, 5 പവനാ ഇപ്പൊ കഴുത്തിൽ കിടക്കുന്നത്. 5 പവൻ ഏകദേശം 5 ലക്ഷം രൂപ കഴുത്തിട്ടുകൊണ്ട് കിടക്കണം നമ്മള്. ഏതാ അവസ്ഥ എന്നുള്ളത്? 5 രൂപ എടുക്കാൻ നിവൃത്തിയില്ലാതെ ആൾക്കാർ പട്ടിണി കിടക്കുന്ന നാട്ടില് ഒരു നേരത്തെ ആഹാരത്തിന് പലസ്തീനൊക്കെ പറയുമ്പോൾ കണ്ണീരൊഴുകും. ജനങ്ങളുടെ നിവൃത്തികേട് പറയുമ്പോൾ ഒഴുകും കണ്ണീര്. എന്നാലും നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കാക്കാമാർക്ക് തന്നെ എന്ത് ചെയ്യുക? കാക്കാമാർക്ക് തന്നെ വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ അച്ചാരം ഒക്കെ വെക്കുമ്പോൾ കാക്കാമാർക്ക് 2 പവന്റെ മാല 3 പവന്റെ മാലയാണ് ഇപ്പൊ കൊടുക്കുക. കല്യാണം വരെയൊക്കെ അത് കിടക്കട്ടെന്ന്, അത് അവരിട്ടത് കൊണ്ട് ഉസ്താദ്, അല്ലെങ്കിൽ നമ്മളത് നമുക്കറിയാം ഹറാമാണെന്നറിയാന്ന്. അതുകൊണ്ടല്ലേ കല്യാണം കഴിഞ്ഞാലേ വിൽക്കാൻ പറ്റൂ. അതുവരെ കിടന്നില്ലെങ്കിൽ അത്രയും തരത്തിലാണ് അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് കല്യാണം വരെ ഇട്ടുകൊണ്ട് കല്യാണം കഴിയുമ്പോൾ വിൽക്കും. ഇതെവിടെ നടക്കുന്നത്? അത്ര അവസ്ഥയാണ്. ഈ വിഷയത്തിലൊക്കെ ശക്തമായ ബഹിഷ്കരണം കൊണ്ടുവരണം. ഇതൊക്കെ ഇട്ടിട്ട് അഹന്ത കാണിക്കാൻ മനുഷ്യൻ ഇറങ്ങാൻ പാടില്ല. മറ്റുള്ള സാധാരണക്കാരന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നിട്ട് സാധാരണയിൽ ഏറ്റവും താഴെത്തട്ടുള്ള പൗരന്റെ മുമ്പിലും അവന്റെ അത്ര പോലും ഞാനില്ല എന്ന വിനയമാണ് പ്രകടിപ്പിക്കേണ്ടത്. മറ്റുള്ളവരോട് അങ്ങോട്ട് ഇറങ്ങി കൈകൊടുത്ത് അവനോട് അങ്ങോട്ട് സലാം പറഞ്ഞ് സാധാരണക്കാരനും വലിയ സമ്പന്നനും ഒരുപോലെ വേദി ഒരുക്കുന്ന വീട് നമുക്കുണ്ടാവണം.
ഇവിടെ അല്പം ഒരു വാർഡ് മെമ്പറായ അവനൊക്കെ ചിന്തിക്കുന്ന ചിന്തയും ഒരു പെരുമാറ്റം കണ്ടാൽ വിചാരിക്കുക അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന്. ചെറിയൊരു സ്ഥാനം കിട്ടിയാൽ ഒരു വാർഡ് മെമ്പറായ അവൻ ഒടുക്കത്തെ ജാടയാ. അങ്ങനെ എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ അഹങ്കാരവും ജാടയും ജനം കാണണം. ജനങ്ങളെ ചെലവിൽ ഇവൻ തിന്നുകുടിക്കുകയും ചെയ്യണം. ഇവന്റെ ജാടയും അഹങ്കാരം കാണാൻ വേണം. അവന്റെ വീട്ടിൽ 40 വട്ടം കയറി ഇറങ്ങിയാലേ ഒരു കക്കൂസ് കിട്ടും, ഒരു കുളിമുറി കിട്ടും. സാധാരണക്കാരന് എങ്ങാനും ഒരു കുളിമുറിയോ കക്കൂസോ കിട്ടിയാലോ ജീവിതകാലം മൊത്തം അടിമ. ഒരു കക്കൂസോ കുളിമുറിയോ പാസ്സായി കിട്ടിയാൽ പിന്നെ അവർ പറയുന്ന ചങ്ങല, അവർ പറയുന്ന തെരുവ്, അവർ പറയുന്ന സ്ട്രീറ്റ്, അവർ പറയുന്ന സമരം, അതിനൊക്കെ പങ്കെടുക്കണം. ബാധ്യതയായി പോയി. ഏത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് പിരിച്ചെടുത്തിട്ട് എന്റെ അവകാശം എനിക്ക് അവർ നൽകിയപ്പോൾ മദ്യത്തിൽ നിന്ന് ശമ്പളം കൈപ്പറ്റിയവന് അവന് ഞാൻ അടിമയോ? ഇതോ ജനാധിപത്യം? ഇതാണ് സാഹചര്യം. ജനങ്ങളിങ്ങനെ അധികാരത്തിന്റെ അഹങ്കാരം വെച്ചിട്ട് മറ്റുള്ളവരെ അടിച്ചമർത്തുകയാണ്. എന്നാണ് ഉമ്മമാർ സ്വതന്ത്രരായി പ്രസവിച്ചവരെ അടിമകളാക്കാൻ നിങ്ങൾക്ക് അവകാശം നൽകിയതെന്ന് മിസ്രിന്റെ അധികാരിയോട് ഉമർ ചോദിച്ച ആ ചോദ്യമുണ്ട് ഈ കാലത്ത് നിന്ന് മുഴങ്ങുകയാണ്. ഉമ്മമാരെ സ്വതന്ത്രരായി പ്രസവിച്ച മക്കളെ അടിമകളാക്കാൻ ഈജിപ്തിന്റെ ഗവർണറോട് ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ആര് അവകാശം നൽകിയെന്ന്. ഇല്ല, എല്ലാ മനുഷ്യരും ഈക്വല അള്ളാഹുവിന്റെ മുമ്പിൽ. അതുകൊണ്ട് ആ സമഭാവനയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ആ വിനയം പ്രകടിപ്പിക്കണം. ഏത് പാവപ്പെട്ടവനോടും ഇറങ്ങി സംസാരിക്കും. അതുകൊണ്ട് കുറഞ്ഞു പോകുന്നു വിചാരിക്കില്ലേ? ഞാൻ ഈ ലെവലിൽ നിന്നിട്ട് താഴെ ഇറങ്ങി വന്ന ഒരു വിലയില്ലെന്ന്. അപ്പോൾ നിങ്ങൾ വില സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് 2 എസ്കോട്ട് കാർ, ബ്ലാക്ക് കാറ്റ്സിന്റെ പ്രൊട്ടക്ഷൻ, അപ്പോൾ ആൾക്കാരെങ്ങനെ തള്ളുക. അപ്പോൾ ഒരു സെൽഫിക്ക് ആൾ തള്ളി വരും. ഇല്ലെങ്കിൽ ഒരു പട്ടി വിലയാണ് എന്ന് കണക്കാക്കിയ ആൾക്കാർ. ജനങ്ങൾ എങ്ങനെ വില കുറച്ച് നിങ്ങളെ കണ്ടാലും ശരി തന്നെ അള്ളാഹു നൽകും നിഅമത്ത് നൽകും തോറും ഇറങ്ങി താഴോട്ട് വരൂ. റഫഅഹുല്ലാഹ്, അള്ളാഹു നിങ്ങളെ മനുഷ്യഹൃദയങ്ങൾ ഉയർത്തും. ആകാശലോകത്ത് നിങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അള്ളാഹുവിന്റെ ഉന്നതമായ സ്ഥാനങ്ങൾ ലഭ്യമാകും. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ വിശാലമാക്കപ്പെടും. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉറപ്പാ. അതുകൊണ്ട് ഗൗരവത്തോടെ ചിന്തിക്കുക. അള്ളാഹുവിന് പ്രിയപ്പെട്ട അടിമകളാകണമെങ്കിൽ ഒന്നാമത് വിനയം മുഖമുദ്രയാക്കുക. അള്ളാഹു വിനയം മുഖമുദ്രയാക്കി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.